അപ്പോ നാളെ ഗൾഫിൽ പോവാണല്ലേ? ആടാ പോവാണ്. ഈ അച്ചോട്ടനെ കണ്ട? ചേട്ടൻ അവിടെ വീശുന്നുണ്ടായിരുന്നു. എവിടെ? ആ പാലത്തിന്റെ അടുത്ത്. ആ രാജേട്ടാ, ഇന്ന് വല്ലതും തടഞ്ഞ? ഒരു കുഞ്ഞേ മീൻ. ഐ വലുതാണുള്ളത്. ഇതാ പിടിച്ചത്. അച്ചേട്ടാ. ജിത്തുവാ, നിന്നോടാരോടെ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്? ഒന്നങ്ക അവിടെ, അല്ലാന്നുണ്ടെങ്കിൽ അയ്യൂബക്കാന്റെ ചായക്കട. അവിടെ അല്ല നിങ്ങൾ ഉണ്ടാവൂ. ഒറ്റതടിയല്ലടാ ഇത്. നിങ്ങളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ല. അല്ല, ഇനി കെട്ടാൻ വല്ല പരിപാടി ഉണ്ട്? ഒന്ന് പോടാ അവിടുന്ന്. അല്ലടാ, ഈ നാളെ എപ്പോഴാ പോണ്? പുലർച്ചെ ഇറങ്ങും. 10 മണിക്കാ ഫ്ലൈറ്റ്. അറിയാലോ, 3 മാസത്തെ അവധിയേ ഉള്ളൂ. ബാങ്കിൽ കുടിശ്ശിക തീർത്തില്ലെങ്കിലേ അവര് വീട് ജപ്തി ചെയ്യും. എല്ലാം തീർത്തിട്ട് ഒന്ന് കര കയറാൻ നോക്ക്. നിന്റെ അച്ഛൻ ഒരിക്കൽ പോയതാ കുവൈത്തേക്ക്. എന്ത് ചെയ്യാനാ, അവിടുന്ന് അച്ഛനെ ക്യാൻസറാന്ന് അറിഞ്ഞത്. പലിശക്ക് പൈസ എടുത്തും വീടുമ്പോ ലോൺ എടുത്തിട്ടും കുറെ നോക്കി. പക്ഷേ ആളെ കിട്ടിയില്ല. അച്ചേട്ടാ, എന്നാ ഞാൻ പോട്ടെ. അച്ചേട്ടാ അങ്ങോട്ട് വരണട്ടാ. വരാ മോനെ. എന്താ കുട്ടറ പേര്? മിഴി. എവിടെ വീട്? വടക്കേകാട്. കല്യാണം കഴിഞ്ഞിട്ടാ? എന്നോട് ബീഫാ കറി തോന്നുന്നു. ഏയ് അല്ലല്ലോ. എന്തേ? അല്ല, ബീഫ് വെച്ചാ പറഞ്ഞ അളിയൻ വന്നിണ്ടേ. ഒന്ന് പോയേട്ടാ. അല്ല ഭാരടമ്മേ, നാളെ പുലർച്ചെ ഗൾഫിൽ പോണ്ട ചെക്കരാ. ഇതുവരെ ആയിട്ട് ഓനെ കാണാല്ല. ഓനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടാ? അവരല്ലേ വരുന്നതിന്റെ വിജയാ. എവിടെ വരുണ്ട? അതാരമ്മ ആ പെൺകുട്ടി? അത് ഈ പാത്രങ്ങളൊക്കെ വിൽക്കാൻ വന്ന പെൺകുട്ടിയാ മോനെ. അല്ലളിയാ, അപ്പൊ ഞാൻ വന്നേക്ക് കണ്ടില്ലേ? നമ്മൾ കണ്ടതല്ലളിയാ. അച്ചോട്ടാ, കുടിക്കാൻ എന്തേലും എടുക്കട്ടെ? വേണ്ട, അപ്പൊ കുടിച്ചോളാം. മോനെ, എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞില്ലേ? എല്ലാരോടും പറഞ്ഞിണ്ടമ്മേ. അല്ല വിജയ, പണിക്കൊന്നും പോണില്ലപ്പോ? അതിന് പണിയൊന്നുമില്ല അച്ചോട്ടാ. അപ്പോഴല്ല എന്നോടൊരു സെക്യൂരിറ്റി പണി പറഞ്ഞത്, അതെന്തായി? അത് രാത്രി ഉറക്കൊളക്കണം. അതൊക്കെ പറ്റില്ല, ഉറക്കൊളച്ചിട്ടുള്ള പരിപാടി. മോനെ, ഇതേ നമ്മുടെ ആ തൈക്കാട്ടിലെ ഗോകുലിന്റെ അമ്മ തന്നതാ. അവനൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട്. കൊടുക്ക. ഓ എന്നെ വിളിച്ചിരുന്നു. അളിയ, എന്ത് സാധനം കൊണ്ടുപോകണെങ്കിലും തുറന്നു നോക്കിട്ട് കൊണ്ടുപോട്ടാ. അത് വല്ല കഞ്ചാവോ കിഞ്ചാവോ കാണെങ്കിണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ കിടക്കണ മാത്രല്ല, എനിക്ക് തരാനുള്ള 5 രൂപ പിന്നെ ആരെ തരാ? അതാ ഞാൻ ആലോചിക്കണേ. അളിയ, നാളെ ആരൊക്കെയാണ് എയർപോർട്ടിൽ പോണ്? അത് ഞാന്, അച്ചോട്ടാൻ, പിന്നെ രതീഷേട്ടാൻ, ഫൈസലൊക്കെ. എന്തിന്? ഞാനും രമ്യം കുട്ടികളും എന്തിനാ എല്ലാത്തിനും സ്നേഹിതന്മാരങ്ങനെ വിളിക്കണ്? മോനെ, എന്നാ ഞാൻ ഇറങ്ങണ നേരത്ത് വരാട്ടാ. ആയിക്കോട്ടെ അച്ചേട്ടാ. ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. ഒരു പണിക്കും പോവാണ്ട് മീൻ പിടിച്ചിങ്ങനെ നടക്കുക. അല്ല പിന്നെ അല്ലമ്മേ, അളിയന് കൊണ്ടാളെ അണ്ടിപ്പിട്ടുണ്ടാക്കിയ? മോന് കൊണ്ടുപോവാ ഇത്തിരി അണ്ടിപ്പിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയൻ എന്തിനാ അണ്ടിപ്പിട്ട്? അവനവിടെ പോയ ബദാമും പിസ്തയും കഴിക്കാലോ. അല്ലടാ,
എന്തായാലും അമ്മ അണ്ടിപ്പൊട്ടുണ്ടാക്കിയല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അണ്ടിപ്പൊട്ടി വാവാ. എന്താ പറ്റി? ചേട്ടാ എന്റെ പാല പൊട്ടിച്ച്. ആരാണേ? അറിയില്ല, അങ്ങോട്ട് ഓടിയില്ലേ. ആ മാല കാട്ടെ. माला माला मैंने दिएगा। चाहे तो ले। ചേട്ടാ അത് മുക്കുപണ്ടായിരുന്നു. ചേട്ടാ അറിയാലോ, 3 മാസത്തെ അവധിയേ ഉള്ളൂ. ബാങ്കിൽ കുടിശ്ശിക തീർത്തില്ലെങ്കിലേ അവർ വീട് ജപ്തി ചെയ്യും. ജയിലിൽ കിടക്കണ മാത്രല്ല
എനിക്ക് തരാനുള്ള 5,500 രൂപ പിന്നെ ആരാ തരിക? അതാ ഞാൻ ആലോചിക്കണേ. മോനെ